ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഹൽവയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. കേശരിയല്ല, പക്ഷേ അതിനേക്കാൾ അടിപൊളി ടേസ്റ്റ് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നമ്മൾ ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കുന്ന ആ ഒരു കപ്പിൽ തന്നെയാണ് നമ്മൾ അവസാനം വരയ്ക്ക് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കപ്പ് നമ്മൾ ചെറുപയർ പരിപ്പ് നല്ല കഴുകിയിട്ട് വേറൊരു പാത്രത്തിലിട്ട് നല്ല ചൂടാക്കി എടുക്കണം. ഇതിലത്തെ വെള്ളം എല്ലാം നല്ല കംപ്ലീറ്റ് ഡ്രൈ ആയി നമ്മൾ ആദ്യം നമ്മൾ ചെറുപയർ പരിപ്പ് എടുക്കുമ്പോഴെങ്ങനെ അത് ഡ്രൈ ആയിരുന്നത് അതേപോലെ നമ്മൾ ആക്കിയെടുക്കണം. നല്ല ക്രിസ്പി ആക്കി എടുക്കണ്ട, പക്ഷേ വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയി നല്ല ഡ്രൈ ആകുന്ന രീതിക്ക് നമുക്കിതൊരു 5 മിനിറ്റ് ഒരു 6 മിനിറ്റ് നന്നായിട്ട് സിമ്മിൽ തന്നെ വെച്ച് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെറുതെ ഡ്രൈ ആയിട്ട് നമ്മൾ ചൂടാക്കി എടുക്കേണ്ടത്. നല്ല ചൂടായി വരട്ടെ, അതിനുശേഷം കാണിച്ചു തരാം. അങ്ങനെ ഇത് കണ്ടല്ലോ, നല്ല ചൂടായിട്ടുണ്ട്. ഇതുപോലെ കണ്ടില്ലേ എങ്ങനെ പൊലുപുലാന്ന് വീഴുന്നത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് മിക്സി ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പൗഡർ ആക്കണ്ട, എന്നാലും ഒരു ചെറിയ ചെറിയ തരികളുണ്ടാവണം. അതായത് നമ്മുടെ റവയുടെ സൈസ് ഉണ്ടല്ലോ, ആ ഒരു സൈസിലേക്ക് നമുക്ക് ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ കപ്പിലാണ് ഒരു കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അരഭാഗം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ അടുത്തുള്ള നട്ട്സുകളെല്ലാം ഒന്ന് ഇട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ അടുത്ത് ഏതാ നട്ട്സ് ഉള്ളത് ആ ഒരു നട്ട്സൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതന്നെ വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് ഉണ്ടാകുമ്പോൾ ചെറിയൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കുമ്പോൾ. നമ്മുടെ എല്ലാ നട്ട്സും ചൂടായിരിക്കുകയാണ്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെയാണ് ഒരു 5 ടീസ്പൂൺ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്തായാലും നമ്മളിത് വറുത്തെടുക്കും. കൂടെ തന്നെ 2 ടീസ്പൂൺ കടലമാവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കടലമാവും റവയൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് ഈ ഒരു നല്ല ടേസ്റ്റ് തരുന്നത് കേട്ടോ. അത് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് ഈ റവയും ഈ ഒരു കടലമാവും ചേർക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിട്ട് നല്ല ചൂടാക്കി എടുക്കണം കേട്ടോ. വീണ്ടും ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. നമ്മളിപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ബാലൻസ് നമ്മുടെ നെയ്യ് ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ചൂടാക്കി എടുക്കാം. നല്ല മണം വരും കേട്ടോ. നമ്മളിത് ചൂടാക്കി എടുക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും. ആദ്യം കുറച്ചെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കുറച്ച് ബാലൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്കിട്ട് വീണ്ടും നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ, അതായത് നമ്മൾ എടുത്ത് വെച്ചിരുന്നതിൽ അതിൽ പകുതിയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ബാക്കി പകുതി നമുക്ക് മാറ്റി വയ്ക്കാം. അത് അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെ നമ്മൾ കുറച്ചായിട്ട് നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മളിതിനെ ചൂടാക്കി എടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒന്നുകൂടി നല്ല ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് സിമ്മിൽ തന്നെ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഫ്ലെയിമൊന്നും കൂട്ടി കൊടുക്കണ്ട, പെട്ടെന്ന് അടിയിൽ പിടിക്കും. ആ ഒരു കളറൊക്കെ ചേഞ്ച് ആവും, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ കപ്പ് ഉണ്ടല്ലോ, അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര. ഒരു കപ്പ് എന്ന് പറയുന്ന സമയത്ത് ഒരു മീഡിയം ആയിട്ടുള്ള ഒരു മധുരമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.25 കപ്പ് അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് ചേർത്താൽ നല്ല കടുത്ത മധുരം ഉണ്ടാകും. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്ത ആ സമയത്ത് നിങ്ങൾ ചെറുതായിട്ടൊന്ന് എടുത്ത് കഴിച്ച് നോക്കുകയാണെങ്കിൽ നല്ല കടുപ്പത്തിൽ മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുക്കട്ടെ. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലെയാണ്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിക്കാനായിട്ട്, അതായത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന അതേ കപ്പിൽ തന്നെയാണ് ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ യെല്ലോ ഫുഡ് കളറാണ്. ഇതും കൂടെ ചേർത്തിട്ട് നല്ല തിളച്ച് വരണമെന്നില്ല. ഈ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കുറുകി വരട്ടെ. നമ്മുടെ കേശരിയൊക്കെ ഉണ്ടല്ലോ, അതേ ഒരു ലെവലിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ടല പിടിക്കുന്ന പോലെ തോന്നും. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം മിക്സായി വരും. അത് തന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കുന്ന പോലെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എണ്ണ ഒരുവിധം ഒഴിച്ചു കൊടുത്തിട്ട്, അത് കാരണം അടിയിലൊന്നും പിടിക്കില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ എല്ലാം ഒരേ ലെവലിലേക്ക് ആക്കി കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനൊക്കെയുള്ള ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലേശം തിക്കായിട്ടുണ്ട് കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നെയ്യ്, അത് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് നമ്മുടെ നെയ്യ് എല്ലാ ഭാഗത്തേക്കും നല്ല മിക്സായി വരട്ടെ. നല്ല മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നട്ട്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെഡിയാണ് കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ അതിനൊന്നും നന്നായിട്ട് ചൂടാക്കി എടുക്കണമെന്നില്ല. നല്ല ഒരുപാട് നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് നല്ല ചൂടാക്കുമ്പോൾ നല്ല തിക്കായി പോകും കേട്ടോ. അപ്പോൾ തിക്കാക്കണ്ട. ഈ ഒരു ലൂസിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടാറിയും ഈ ഒരു ലൂസായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ, ഇല്ലെങ്കിൽ നല്ല തിക്കായിട്ട് പോകും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കുന്നത്. അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. കഴിക്കുന്ന സമയത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടാവും. നമ്മൾ സാധാരണ കേശരിയൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും,
പക്ഷേ അതിനെ അപേക്ഷിച്ച് ഇതും അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും കേട്ടോ. കഴിക്കുന്ന സമയത്ത് വായിൽ വെച്ചാൽ അങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിക്ക് ഈ ഒരു ലൂസിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇനി ചൂടാറുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഴിക്കുന്ന സമയത്ത് വായിൽ വെച്ചാൽ അങ്ങനെ തേനൂറുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. കഴിക്കുമ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.